ഫസ്റ്റ് കാണിക്കുന്ന ടൈറ്റിൽ ആനിമേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് തന്നെ ഒരു വലിയ ഫീമെയിൽ ഗോഡസ് നിൽക്കുന്ന പോലെ കാണിക്കുന്നത്. മിസപ്പൊട്ടോമിയൻ തിയറി പ്രകാരം നിൻഗാൽ എന്ന് പറയുന്ന ഗോഡസ് എല്ലാ പ്ലാനറ്റിന്റെ ഒരു ഗോഡസ് പോലെയുള്ള ഒരാളാണ്. ആ ഒരു സ്ത്രീ മൂത്തോൻ എന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണ്, അതായത് എനർജി സോഴ്സ് ഉള്ള പ്ലാനറ്റ് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ മൂത്തോന് വിടുന്ന സമയത്ത് നിൻഗാലിന്റെ തൊട്ടടുത്ത് ഇഷ്താർ എന്ന് പറഞ്ഞിട്ട് നിൻഗാലിന്റെ മോളും ഉണ്ട്. കുറെ പ്ലാനറ്റ്സ് ലാൻഡ് ചെയ്തിട്ട് എത്താതെ വന്നപ്പോൾ അവസാനം ഏർത്തിൽ ലാൻഡ് ചെയ്യുന്നത്. മൂത്തോന് മനസ്സിലാവും ഏർത്തില് എനർജി റിസോഴ്സസ് ഉണ്ട്, ഹ്യൂമൻ സ്പീഷീസ് കൂടുതൽ ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നിൻഗാലിനായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യും. അങ്ങനെ അവിടെയുള്ള ആൾക്കാർക്ക് ഈ ഹ്യൂമൻ കണക്ഷൻസ് എന്താ ഓരോ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ റെവല്യൂഷന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള പോലെയാണ് സ്റ്റൈലിലാണ് കാണിച്ചത്. പിന്നെ അതിന് കല്ല് വരച്ചിട്ട് തീ ഉണ്ടാക്കുന്നത്. അപ്പൊ തീ ആൾക്കാർക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ മൂത്തോന് ഇത് ഓൾറെഡി അറിയാം, എന്തായാലും ഒരു ദിവസം മൂത്തോനെ തേടിയിട്ട് നിൻഗാല് വരിക. ഒരിക്കലും മൂത്തോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ അല്ലാന്ന് മൂത്തോനെ അറിയുന്നോണ്ട് തന്നെ ഹ്യൂമൻസിനെ വെച്ചിട്ട് ഒരു സൈന്യത്തിനെ ഇവിടെ ഉണ്ടാക്കി. ഒരു ദിവസം നിൻഗാല് ഭൂമിയിലേക്ക് വന്ന് നിൻഗാലില് അവിടെയുള്ള ആൾക്കാരെ നശിപ്പിക്കാൻ തുടങ്ങി. മൂത്തോനെ ആ സൈന്യത്തിനെ വെച്ചിട്ട് തടവിലാക്കി. നിൻഗാലിനെ തടവിലാക്കുന്നതുകൊണ്ട് മാത്രം തീരുന്നില്ല, നിൻഗാലിന്റെ മോളുണ്ട്. ഇസ്താറിന്റെ ആൾക്കാരാന്ന് പറയുന്നത് ആ മോള ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആ ഒരു ആനിമേഷൻ സീക്വൻസിൽ ഒരു വലിയൊരു ഒരു ബോള് അല്ലെങ്കിൽ ഒരു സ്പേസ്ഷിപ്പ് പോലത്തെ ഒരു ചെറിയ റൗണ്ടിലാണ് ഒരു സ്ത്രീ വരുന്നത്. മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആന്റഗണിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരിക്കും.